മക്കളന്മാരെ നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ദുനിയാവിലേക്കാണ്. അതായത് നമ്മൾ വന്നിരിക്കുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരാളായ അലിയവൽ എന്നൊരാളുടെ വീട്ടിലേക്കാണ്. ഇവരുടെ വീട്ടിൽ 2 സ്ഥലങ്ങളാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തന്നാലോ? ഇതാരുടെ വീടാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വീട് തന്നെയാണ്. നമുക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഒരു കുളമുണ്ട്, ഒരു ചെറിയൊരു സസ്പെൻസാണ്. കാണിച്ചു തന്നാലോ? ഇതാണ് നമ്മുടെ സ്ഥലം ഗൈസ്. ഇവിടെ ഇപ്പം എന്താണ് ഇത്ര പ്രത്യേകത? ചോദ്യം ഉണ്ടാവും. കാണിച്ചു തന്നാലോ? ഗൈസ്, ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു മ്യൂസിയമാണ് ഗൈസ്. കൂടെ ഇവിടെ ഒരു പുഴുണ്ട്, കൂടെ 2-3-4 ആമുണ്ട്. ഇത് ഗൈസ് ഓടിക്കളിക്കണ ഒരു ആമ. ഇവിടെ ഒരു വലിയ ആമുണ്ട്, ജിബ്രോ. ഗൈസ്, നമ്മളെ ജിബ്രൂട്ടലുണ്ട്, ഷെല്ലുണ്ട്. അതെ, അവിടെ ഒരു സൈഡിൽ ഒരു ആമ എടുക്കുന്നുണ്ട്, കുറേ ആമകളുണ്ട്. മാത്രമല്ല ഇവിടെ നമ്മളെ കാറുകൾ, അതായത് സ്കെയിൽ മോഡൽ വരുത്താൻ നമ്മൾക്ക് വേലക്കൊക്കെ കിട്ടുന്ന കാറുകളാണ്. അവരൊന്ന് കുളിപ്പിക്കാൻ വന്നതാണ്. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കുളിപ്പിക്കാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ GTR, BMW, പിന്നെ ഒരു ഫോർഡിൻ്റെ കാറാണ്. അത് ഒറിജിനൽ സ്കെയിൽ മോഡലാണ്. ഇവിടെ ഉള്ളതിനും പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണിച്ചു തരാം. ഒരു സ്പെഷ്യൽ കല്ലാണ്. ഈ കല്ലുമ്മ ഒരു ആർട്ട് വർക്ക് ഉണ്ട്. എൻ്റെ താത്ത വരച്ചതാണിത്. ഭംഗിയുണ്ടേ പറയും. മാത്രമല്ല ഇത് കുറേ ഉണ്ട് ഇങ്ങനത്തെ ഐറ്റം. നമ്മളെ വെറുപ്പിക്കണില്ല. ഇതാ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിപ്പം 1000 രൂപക്ക് നിങ്ങൾക്ക് പറ്റുന്ന പ്രൈസിന് ഇതിപ്പോൾ വിൽക്കണമുണ്ട്. വേണേൽ ഞങ്ങൾ തരുന്നതാണ്. നിങ്ങൾക്ക് പറ്റുന്ന പ്രൈസിന് തരും. ഇങ്ങനത്തെ ഐറ്റംസ്. ഇതല്ല, ഇത് ഞങ്ങൾ ഉണ്ടാക്കി തരും. മാത്രമല്ല കടലിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു സാധനമുണ്ട്. കൂടെ അവിടെ ഉണ്ട് ആ കടലിൽ നിന്ന് കിട്ടിയ സാധനം. ഇവിടെ ഇത് ഞങ്ങൾ വെറുതെ വെച്ചതിന്. ഇതും എൻ്റെ താത്ത വരച്ചതാണ്. പിന്നെ കുറേ കല്ല്. ഇത് രാത്രി ആകുമ്പോൾ തിളങ്ങണ മാതിരി തോന്നും. നല്ല മൊഞ്ചാണ് കാണാൻ. നമുക്കിനി നേരെ കുളത്തിൻ്റെ അടുക്ക് പോയാലോ? ഗൈസ്, പോണ വഴിക്ക് കുറച്ച് ഐറ്റംസും കൂടി കാണിച്ചു തരാണ്ട്. ഇതൊക്കെ എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കാലങ്ങളായിട്ടുള്ള കളക്ഷൻസാണ്. ഒരുപാട് ചെടികളുണ്ടായിരുന്നതാണ്. ഇത് കുറേ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇട്ടിരുന്നു വലിയ ആൾക്കാർ, യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട്. അതൊക്കെ ഇതിപ്പം ഇതുവരെ ഇന്ന് സ്ഥലം ഉണ്ടായത്. ഇപ്പോൾ കുറച്ചും കൂടി എടുത്തിട്ട് വലുതാക്കിയതാണ്. ഇത് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കാസ്ട്രോയാണ്. മാത്രമല്ല പഴയ കസേര നമ്മൾ ഊഞ്ഞാലാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല കാണാനൊരു നൊസ്റ്റൊക്കെയാണ് നമുക്ക് തോന്നുക. പിന്നെ ഒരു പ്ലാവുണ്ട്, കുറേ ചെടികളുണ്ട്. ഇത് ഞങ്ങൾ ഗോൾ പോസ്റ്റാക്കി കളിക്കലാണ് ഫുട്ബോള്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്, കില്ല ലൈറ്റാണ്. നമുക്ക് നേരെ പോണ്ടിൻ്റെ അവിടെ പോയാലോ? ഇത് ഇങ്ങനെ പോയാൽ ബാക്കൊക്കെയുള്ള കുറേ ഞങ്ങൾ ആട് നേരത്തെ സ്ഥലമാണ്. ഒരുപാട് മീനുകളുള്ളതാണ്. 500 മീനുകളെങ്കിലും ഉണ്ടാവുമെന്ന് ഉദാഹരണം കേട്ടോ. എനിക്കറിയില്ല, എണ്ണം കറക്റ്റായിട്ട് അറിയില്ല. കുറേ എണ്ണം മേടിച്ചിട്ട് ഇങ്ങനെയായിട്ട് കൊട്ടിയതാണ്. ഞാൻ കുറേ കാലമായി നോക്കിയിട്ടൊക്കെ. ഞാൻ കൈയിട്ട് കൊടുത്താൽ വിരലുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഒരു പേടിയുണ്ട്. കാരണം കലങ്ങിയിട്ടുണ്ട്. മാത്രമല്ല തവളകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെടികളും വന്നിട്ട് ആ സൈഡിലേക്ക് ഇറങ്ങണം. ഞാൻ പണ്ടൊക്കെ ഇത് വൃത്തിയാക്കിയാൽ 2 ദിവസം ഇടും, ഇച്ചയൊക്കെ കളയാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങലുണ്ട്. നല്ല രസമാണ് ഇതിൽ ചാടാൻ. ഇത് ഏതെങ്കിലും ഒരു മീനുണ്ടെങ്കിൽ നമ്മൾ അപ്പം കാണിച്ചു തരും നമുക്ക്. മീനുകളുണ്ട്, കുട്ടി മീനുകളാണ്. മുകളിലുള്ളതൊക്കെ ഇടയ്ക്കൊന്ന് കാണും. മാത്രമല്ല ഇതൊക്കെ ഒരു കാണാനൊരു മൊഞ്ചാണ്. ഇതെവിടെയെന്ന് അറിയാൻ നിങ്ങൾക്കൊരു കൊതി ഉണ്ടാവില്ലേ? പറഞ്ഞുതരാം. ഇത് നിള പാർക്കില്ലേ, കൊച്ചിപ്പുറം നിള പാർക്കിൻ്റെ അവിടെ. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനത്തെ ഒരു വഴിയുണ്ട്. ഇതാ ഈ നിള പാർക്കൊക്കെ ഇങ്ങനെയാണ് പോണതെങ്കിൽ, അതായത് ഹൈവേ കൂടെ ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു പച്ച ഗേറ്റ് ഉണ്ട്, പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ടാണ്ട് പോരുകയാണെങ്കിൽ കിടില വൈബുള്ള സ്ഥലം. നിങ്ങൾക്ക് പിന്നെ ഒരു റിസോർട്ടായിട്ടൊക്കെ എടുക്കാം. നിൽക്കാനല്ല, ഒരു ഭംഗിയൊക്കെ കാണാനും വേണ്ടിയിട്ട്. ഗൈസ്, ഇതൊക്കെയാണ് ഭംഗി, നാച്ചുറൽ വൈബ്സാണ് ഇതൊക്കെ. അതൊക്കെ കണ്ട് ആസ്വദിക്കും ഗൈസ്.
ഇതാണ് ചെടികളൊക്കെ. എന്ത് മൊഞ്ച നോക്കി. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ കാണുന്നതാണ് നിളാ പാർക്ക്. ആ കാണുന്ന അവിടെ ഒരു നിളാ പാർക്കിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് അഭിലാഷ് ഗാർഡൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. എപ്പോഴും അടച്ചിട്ടിട്ടാണ് ഗേറ്റ് ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിവിടെ ആളില്ല എന്ന് വിചാരിക്കണ്ട. ചിലപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവും. കാരണം ഞങ്ങളിവിടെ പശുക്കൾ വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഗേറ്റ് പൂട്ടണത്. കാണിച്ചു തരാം. ഞാൻ മറ്റേ ഭാഗം കൂടി കണ്ടാലോ, ബാക്കത്തെ വൈബ്സ്, ബാക്ക് യാർഡും കൂടി കണ്ടിട്ട് നിർത്താം. പിന്നെ ഇന്നെ മാത്രം ഇങ്ങനെ പണിക്കൂട്ടാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങളൊരു കമൻ്റ് അടിച്ചുകൂടി. ഈ ചെടീൻ്റെ പേരെന്താണ് നിങ്ങൾ കമൻ്റ് അടിക്കുക. കൂടെ ഇതിൻ്റെ പേരും അടിച്ചോളി. ഗൈസ് കിഡിലൻ ചെടികളാണ്. അല്ല പറയാൻ മറന്ന്, ഇങ്ങനെ വരികയാണേ ഇത് കൂടെ അല്ല പകരം നേരക്ക് പോരാണ്. ഒരു പച്ച ഗേറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വീടുണ്ടാവും. ഫുള്ള് ചെടികളാണ്. ഞാൻ എൻ്റെ പൊക്കി പറയല്ല, നിങ്ങൾക്ക് ഇഷ്ടമാവും. കാണിച്ചു തരാം. നിങ്ങൾക്ക് ചെടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് തീർച്ചയായിട്ടും വരാം. ഇങ്ങനൊരു എൻട്രൻസാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നതുകൊണ്ടാണ്, ചെറിയൊരു പണിയുണ്ട്. അതുകൊണ്ടിട്ട് ഇവിടെ ചെറുതായിട്ട് കുറേ കലപിലൊക്കെയാണ്. നോക്കുന്നെന്തായാലും ഇവിടെ കുറേ ചെടികളുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താണ്, ഇതൊക്കെ വെള്ളം ഒഴിക്കും. ഇതൊക്കെ വാടിക്കെട്ടണുണ്ടോ, ഇതൊക്കെ സെറ്റാക്കിയിട്ട് നല്ലപോലെ സെറ്റാക്കിയിട്ട് നല്ല ചട്ടിയിലാക്കിയിട്ട് ബാക്കൊക്കെ ആക്കിയിട്ട് വെക്കും. ഇതിപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് ചീഞ്ഞിട്ടൊക്കെ ആയതുകൊണ്ടാണ് റെഡിയാക്കാൻ. ഇത് പിന്നെ കുരുമുളകിൻ്റെ ഒരു ചെറിയ കൃഷി ഉണ്ട് ഇവിടെ, ചെറുതാണ്. ഇവിടെ പിന്നെ ഇവിടെ ഉള്ളവർക്ക് എന്താ ഉപകാരം എന്ന് വെച്ചാൽ, നേരെ അണ്ടി പോയാൽ ആ കാണുന്ന ഗ്രില്ലില്ലേ, അത് നിളാ പാർക്കിൻ്റെ സൈഡാണ്. അത് നിളാ പാർക്കാണ്. ആ പാർക്കിൻ്റെ ഉൾഭാഗമാണ്. തൊട്ടിപ്പത്താണ്. എപ്പോഴും പോയിട്ട് ഒരു ചെറിയ വില ഉണ്ടാവില്ല. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നല്ലേ പേര് തന്നെയാണ്. പിന്നെ ഇതിൽ കൂടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ജിബ്രൂട്ടനെ കാണാം. ഇതാണ് എൻ്റെ ജിബ്രൂട്ടൻ. ക്ലിയർ ഉണ്ടാവില്ല കാരണം ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നോക്കണത്. കുറ്റിയിട്ടിക്കണം അല്ലെങ്കിൽ കാണിക്കുന്നു. പക്ഷെ നല്ല മൂഡിലല്ല ആൾ. കോട്ടായൊക്കെ ഇട്ടിരിക്കുകയാണ്. കോട്ടായല്ല ആയിട്ടിരിക്കുകയാണ്. നിങ്ങളെ ഭാഷയിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇത് സപ്പോർട്ടർമാരാണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവും. ഇതറിയാത്തവരുണ്ടെങ്കിൽ നോന്ന് എഴുതുക. ഇതറിയാത്ത മനുഷ്യൻ കേരളത്തിലുണ്ടെങ്കിൽ ഞാൻ എന്താ ഇപ്പോൾ പറയുക, ഒരു മലയാളിയല്ല. നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തിന്നും പഴം. ഇത് ഗൈസ് ഞാൻ പറയുന്നില്ല, കാരണം അറിയുണ്ടാവും, ലാഗ് എടുപ്പിക്കുന്നില്ല. ഇതെന്ന് വെച്ചാൽ ഇത് ഫ്രൂട്ട്സിൻ്റെ ഭാഗമാണ്. ഇവിടെ ഉണ്ട് കുറേ കുരുമുളക് ഗൈസ്, നിരത്തി ആണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുളക് തയ്യ് ഈ പപ്പായൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഇതുണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല. ഇത് നോക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉണ്ട് ഗൈസ്. ഇവിടെ മാത്രമല്ല ഇതുള്ളത്. ജിബ്രൂട്ടൻ വന്നു ഗൈസ്. ജിബ്രൂട്ടന് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതെന്താണ് ഇത്ര ഇത് മറ്റേ പപ്പായൊക്കെ വെച്ചുകൂടെയെന്ന്. ഇത് ഞങ്ങൾക്ക് വേറൊരു സ്ഥലം കൂടി ഉണ്ട്, അവിടെ കുറേ കൃഷി വേറെ ഉണ്ട്. അത് സെറ്റ് സ്ഥലമാണ്. ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഗൈസ് ജിബ്രൂട്ടൻ ഹയറിന് നല്ല മൂടല്ല, അങ്ങോട്ട് പോയാലേ ഒക്കെ കിട്ടും. ഗൈസ് ഇവിടൊക്കെ നോക്കി കോവക്കൻ്റെ സാധനമാണ്. മാത്രമല്ല ഇവിടെ കിഡിലൊരു മരമുണ്ട്. മാത്രമല്ല ഒരു കാട് പിടിച്ച് വെച്ചൊരു ഫ്രൂട്ട് മരമുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാലാണ് കിടുക്കാച്ചി സാധനങ്ങൾ. നല്ല വലിപ്പമുള്ള മീനുകളാണ് ഇതിൽ. പിന്നെ വലിയ ആമയുണ്ട്. ഇപ്പം ഇത് വെള്ളം കയറിയോണ്ട് നല്ല വെള്ളയിക്കണ്. ഇത്തിരി ദൂരത്തു നിന്ന് പിടിക്കട്ടെ. ഇന്ത്യയിൽ നിന്ന് വീണതാണ് ഗൈസ്. ആ ടിന്നി മറ്റേതൊക്കെ ഇന്ത്യയിൽ നിന്ന് വീണ് പോയതാണ്. അതുകൊണ്ടിട്ട് ഞാൻ ഈ ഫോണും കൂടി കൊടുക്കാൻ വയ്യ. ഫോണ് കൊടുക്കുക വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 100K സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ ഞാൻ ഇതല്ല ഐഫോൺ വീഴ്ത്തുതിക്ക്. കാരണം എനിക്ക് പൈസ കിട്ടുമല്ലോ, ആ പൈസക്ക് മേടിച്ച് കൊടുക്കാനാണ് ഒരാഗ്രഹമുണ്ട് ഗൈസ്. ഒരു 2K സബ്സ്ക്രൈബേഴ്സ് ആവണമെന്ന്. എങ്കിലും നിങ്ങൾ സാധിച്ചു തരണം.
ഇതിപ്പോൾ പൊട്ട ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. ഇത് പോവുകയാണെങ്കിൽ യൂട്യൂബിന് നല്ലൊരു യൂട്യൂബറിനെയാണ് പോവുക. ഗൈസ് ഇവിടെയൊക്കെ കണ്ടോ. പിന്നെ മെയിൻ സാധനമായിട്ടുള്ള മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. ഇത്രേ ഉള്ളൂ ഗൈസ് ഇവിടുത്തെ ഈ കൃഷി എന്ന് വെച്ചാൽ. പിന്നെ ആ സൈഡിൽ നിന്ന് വെച്ചാൽ നാച്ചുറൽ വൈബ്സാണ്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇതുവരെ കണ്ടാൽ മതി. ഇത്തിരിയും കൂടി വെറുതെ ഇരിക്കണവരാണെങ്കിൽ അതും കൂടി കണ്ടോളി. ഇത് കെട്ടിയിട്ടിരിക്കണം ഗൈസ്. ഒരു പ്രശ്നമുണ്ട്, പക്ഷെ നമ്മളെ ഒരാ കളി നമ്മളത് എത്തിച്ചേരാം. ഇത് കൂടെ ചാടാനെന്ന് പ്രതീക്ഷ, പക്ഷെ അക്ക് ചാടാനൊരു പേടിയുണ്ട്. കാരണം ഈ കടിയൻ ഉറുമ്പുകളുണ്ട്, പുളിയുറുമ്പന്മാർ. ഇവരെ കൊണ്ട് വല്ലാത്തത് ഉണ്മയല്ലോ. നിങ്ങളെന്തായാലും കുറേ സബ്സ്ക്രൈബേഴ്സ് ആക്കി തരുമെന്ന് വിചാരിക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് അടിക്കുക. ഓക്കെ, ബൈ.